ധീര ജവാൻ കെ അജികുമാറിൻ്റെ സ്മരണകളിലാണ് തിരുവനന്തപുരം വെള്ളനാട്ടെ കാരിക്കോണം ഗ്രാമവാസികൾ. കാർഗിൽ വിജയ് ദിനത്തിൽ പഠിച്ച സ്കൂളിലെ കെട്ടിടത്തിന് അജിയുടെ പേര് നൽകും. നേരത്തെ അജിയുടെ വീട്ടിലേക്കുള്ള റോഡിനും അദ്ദേഹത്തിൻ്റെ പേര് നൽകിയിരുന്നു. കളിച്ചു വളർന്ന പനേറവട്ടത്ത് വീട്ടിൽ അജികുമാർ കുട്ടിക്കാലം മുതൽ കണ്ടതും കേട്ടതുമെല്ലാം സൈന്യത്തെക്കുറിച്ച്. അച്ഛനും സഹോദരനും അമ്മാവനും അടുത്ത ബന്ധുക്കളുമെല്ലാം സൈന്യത്തിൽ. തന്റെ പാത തിരഞ്ഞെടുക്കാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. സ്വപ്നങ്ങൾ മുട്ടിട്ട് തുടങ്ങുന്ന പ്രായത്തിൽ 19-ാം വയസ്സിൽ ജീവിതം രാഷ്ട്രഹിതത്തിനായി സമർപ്പിച്ചു. 1992 ജനുവരി 18-നാണ് അജികുമാർ മദ്രാസ് റെജിമെന്റിന്റെ ഭാഗമാകുന്നത്. 99 ഡിസംബർ 15-ന് 26-ാം വയസ്സിൽ കാർഗിലിൽ വീരമൃത്യു വരിച്ചു. മൂന്ന് മക്കളിൽ രണ്ടുപേരെയും സൈനിക സേവനത്തിനയച്ച ശാന്തകുമാരി അമ്മയ്ക്ക് 25 വർഷത്തിനിപ്പുറവും എല്ലാം ഒരു പകലിനപ്പുറത്തെ ഓർമ്മയാണ്. ഇവിടെ റിക്രൂട്ട് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് യൂണിറ്റിൽ എന്നെ അച്ഛനെയും സഹോദരി ചേച്ചിയുടെ മോനെയും കൊണ്ടുപോയി. അവിടെ ചെന്ന് ഞങ്ങൾ 2-3 ദിവസം റൂമെടുത്ത് അവിടെ നിന്നിട്ടാണ് ഞങ്ങളിഞ്ഞ് പോകുന്നു. അവന് പോസ്റ്റിംഗ് ആയി. അറിയുന്നത് ഇങ്ങനെ സുഖമല്ല, ആശുപത്രിയിലാണ്, അവനങ്ങ് വീട്ടിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പിന്നെ രാവിലെയാണ് മെസ്സേജ് വന്നു, അണ്ണനാണല്ലോ മെസ്സേജ് വന്നത്, ഇങ്ങനെ മരിച്ചു. ഞാൻ അറിഞ്ഞില്ല, ഞാൻ രാവിലെയാണ് അറിഞ്ഞത്. അന്ന് പിന്നെ ഒരു പള്ളിക്കകത്താണ് ഇരുന്നത്. അവിടെ വെച്ചാണ് ഇത് സംഭവിച്ചത്. രാവിലെയാണ് നമ്മൾ വീട് അറിഞ്ഞത്. പിന്നെ മരിച്ചു, വേദന തന്നെ, എന്നാലും രാജ്യത്തിന് വേണ്ടി എന്നുള്ള ഒരു അഭിമാനം എനിക്കുണ്ട്. അജികുമാർ ഉറങ്ങുന്ന സ്മൃതി കുടീരത്തിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽപ്പുണ്ട് ഒരു കൽപ്പവൃക്ഷം. നാടിന് തണലായവന്റെ ഓർമ്മപ്പെടുത്തൽ എന്ന പോലെ. സ്മൃതി കുടീരത്തിനടുത്ത് നിൽക്കുമ്പോൾ കാശ്മീരിലെ ആ ദിനരാത്രങ്ങളുടെ നൊമ്പരങ്ങളിലേക്ക് അറിയാതെ തിരിച്ചുപോകും സഹോദരൻ അനിൽകുമാർ. അജിയെ പോലെ തന്നെ കാർഗിൽ യുദ്ധമുഖത്ത് സൈനികനായി അനിലും ഉണ്ടായിരുന്നു. 300 കിലോമീറ്ററിനപ്പുറത്ത് സംഭവിച്ച മരണം നാട്ടിൽ നിന്നാണ് ആദ്യം അനിൽ അറിയുന്നത്. പിന്നെ അജിയുടെ ചേതനയേറ്റ ശരീരവുമായി കേരളത്തിലേക്ക്. ഇത് സംഭവിക്കുന്നത് 99 ഡിസംബർ 15-ാം തീയതി 7:55. അപ്പോൾ അജികുമാർ നിൽക്കുന്ന സ്ഥലം ഡോഡ ഡിസ്ട്രിക്റ്റിലാണ്. ഞാനന്ന് സർവീസ് ചെയ്യുന്നത് ശ്രീനഗറിൽ. ഞങ്ങളവിടെ നിന്ന് ഏകദേശം ഒരു 300 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അന്ന് ഈ കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ വീട്ടിൽ വിളിച്ചറിയിച്ചതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് സംഭവം. അങ്ങനെ എനിക്കവിടെ പോകാൻ പറ്റിയില്ല. ഫയറിങ് നടക്കുകയായിരുന്നു കണ്ടിന്യൂ. അങ്ങനെ ഞാൻ നേരെ ജമ്മുവിലേക്ക് വന്നു. ബോഡി ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ അനിയൻ്റെ ബോഡിയാണെന്ന് മനസ്സിലായി. അവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇതുപോലെ ഒരാളല്ല 2 പേരുണ്ടായിരുന്നു. മലയാളികളായിട്ട് ഒരു പത്തനംതിട്ടയുള്ള അനിൽകുമാറും എൻ്റെ അനിയനായ അജികുമാറും. അജികുമാറും സഹോദരൻ അനിൽകുമാറും അച്ഛൻ എൻ കൃഷ്ണൻ നായരും അടക്കം കുടുംബത്തിലെ 12 പേരാണ് സൈനിക സേവനത്തിൽ ഏർപ്പെട്ടത്. 2 പേർ ഇപ്പോഴും സർവീസിൽ തുടരുന്നു. ധീരജവാന്റെ സ്മരണാർത്ഥം വീട്ടിലേക്കുള്ള കമ്പനിമുക്ക് കാരിക്കോണം റോഡിന് അജികുമാറിന്റെ പേര് നൽകിയിരുന്നു. ാം ചരമവാർഷികത്തിൽ അജികുമാർ പഠിച്ച വെള്ളനാട് ഹൈസ്കൂളിലെ കെട്ടിടങ്ങൾക്കൊന്നിന് അദ്ദേഹത്തിന്റെ പേര് നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ഞങ്ങൾ രൂപീകരിച്ച ഒരു വട്ടം കൂടി എന്നുള്ള ഒരു ഗ്രൂപ്പ്, പൂർവ്വ വിദ്യാർത്ഥി ഗ്രൂപ്പ്, അജിയുടെ സ്മരണ എക്കാലവും നിലനിർത്തുന്നതിന് വേണ്ടി വെള്ളനാട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു പ്രധാന ബിൽഡിങ്ങിന് ലാൻസ് നായിക് അജികുമാർ ബ്ലോക്ക് എന്ന പേര് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അഭ്യർത്ഥന PT-യോട് പറയുകയും PT അത് വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കുകയും ഈ വരുന്ന കാർഗിൽ വിജയ് ദിനത്തിൽ 2024 ജൂലൈ മാസം 26-ാം തീയതി 25 വർഷം പൂർത്തിയാകുന്ന ദിനത്തിൽ അജിയുടെ പേര് നമ്മുടെ സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുകയും വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. 26-ാം വയസ്സിൽ കാർഗിലിൽ ജീവൻ ബലിയർപ്പിച്ച അജികുമാർ ഇന്നും കാരിക്കോണത്തുകാർക്ക് എരിഞ്ഞു തീരാത്തൊരു ഓർമ്മയാണ്. ഹരികുമാറിന്റെ വീട്ടിലെ ഫലകങ്ങളിൽ
ഒന്നിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ധീരനായ മകന്റെ ബലിദാനത്തിൽ അമ്മയെപ്പോലെ അഭിമാനിക്കുകയാണ് ഈ നാടും. ജനം, തിരുവനന്തപുരം.